ഞങ്ങൾ മൂടി പൊതിച്ച് രാവിലെ നല്ല തണുപ്പാണേ. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ആണ്, December 25. ഞങ്ങൾ ആളുകളൊന്നും റോഡിൽ കാണില്ല വിചാരിച്ചു. ആളുകളുണ്ട്, ടൂറിസ്റ്റാണ് മിക്കവാറും എല്ലാവരും. യുകെയിലെ ലണ്ടൻ ഐ മാതിരി തന്നെ ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ഐ ഈസ് റിയലി ഫേമസ്. ഈ ജോയിൻറ്റ് വീലിൽ കയറാൻ €27 ആണ് കേട്ടോ ഫാമിലിക്ക്. ഒരു ബോക്സിനകത്ത് 4 പേർക്കാണ് മാക്സിമം കപ്പാസിറ്റി. ഈ വീലിൻ്റെ കയറിയിട്ട് ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ബുഡാപെസ്റ്റ് സിറ്റി മൊത്തം നമുക്ക് ഒരു ഈഗിൾ ഐ വ്യൂവിൽ കാണാൻ പറ്റും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടല്ലേ. നമ്മൾ പണ്ട് സ്കൂളിൽ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ വിചാരിക്കുമായിരുന്നു ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് ഗെയിൻ ചെയ്യാനാ. നമ്മളൊക്കെ ഒരു ഇൻഡിപെൻഡൻറ്റ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലേ. പക്ഷേ ഈ ഇൻഡിപെൻഡൻറ്റ് സൊസൈറ്റി എങ്ങനെയാണ് ഇത്ര ഇവോൾവ് ആയത്, അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഹിസ്റ്ററി അറിയണം. നമ്മളൊരു കൺട്രി കാണാൻ പോകുമ്പം ഏറ്റവും പ്രധാനം ആ കൺട്രീനെ കുറിച്ചുള്ള കൾച്ചറും അവരുടെ ഇമോഷൻസും ആ കൺട്രീനെ കുറിച്ചുള്ള ഹിസ്റ്ററിയും ഒക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനോട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഞങ്ങൾ അങ്ങനത്തെ ഒരു കാഴ്ച കാണാനാണ് പോയത്. കാണുന്നതെല്ലാം ഫെയറി ടെയിൽ അല്ല കേട്ടോ, ഇമോഷൻസും വിഷമങ്ങളും ഒക്കെ കാണും. അങ്ങനെ ഒരു കാഴ്ചയാണ് ഇതാണ് ദ ഷൂസ് ഓൺ ദി ഡാൻബ്യൂ ബാങ്ക്. ഇറ്റ് ഈസ് എ സ്ട്രിങ് ആൻഡ് ഇമോഷണൽ ട്രിബ്യൂട്ട് ടു ദ ജൂയിഷ് പീപ്പിൾ ഹു വർ ഷോട്ട് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി ഗ്രേറ്റ് റിവർ ഡ്യൂറിംഗ് ദ വേൾഡ് വാർ II. ഈ റിവറിൻ്റെ എഡ്ജിൽ കൂടെ ഒരു ഇമോഷണൽ വാക്കായിരുന്നു. ഒരു 60 പെയർ ഓഫ് ഷൂസ് ഉണ്ടായിരുന്നു. 1940 സ്റ്റൈലിലാണ്. ഈ ഷൂസ് എല്ലാം അയണും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഇവിടെ വെച്ചേക്കുന്നത് 20,000 പീപ്പിൾ, ജൂയിഷ് പീപ്പിൾ, അവർ മരിച്ചു പോയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ്. മരിച്ചു എന്ന് പറയാൻ പറ്റൂല കേട്ടോ, അവരെ കൊന്നതാണ്. അവരെ കൊല്ലുന്നതിന് മുന്നേ അവരോടൊക്കെ അവരുടെ ഷൂ ഈ റിവറിൻ്റെ സൈഡിൽ ഊരി വെക്കാൻ പറഞ്ഞു. കൊന്നതിന് ശേഷം അവരുടെ ബോഡി ആ റിവറിലോട്ട് തള്ളിയിടുകയാണ് ചെയ്തത്. എന്തായാലും ആ വിഷമം തീരുന്നതിന് മുന്നേ അടുത്ത വിഷമം ഞാൻ കണ്ടത് ഈ ജൂയിഷ് ഫാമിലികൾ വേൾഡ് വാർ II മരിച്ചു പോയതും കാണാതായതും എല്ലാവരെയും കുറിച്ചിട്ടുള്ള ഒരു സ്മോൾ നോട്ടായിരുന്നു കേട്ടോ ഈ റോൾ ഇങ്ങനെ വെച്ചിരുന്നത്. അവരവരുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ, കാണാതെ പോയ ആളുകളുടെ പ്രിയപ്പെട്ട സാധനങ്ങളും അവരുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ ആയിരുന്നു ഈ റോല്. അത് കണ്ടു നിന്ന് വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകം എത്ര മനോഹരമാണല്ലേ. കാണാതെ പോയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള തെരച്ചിൽ ഇപ്പോഴും ഈ ആളുകൾ അവരുടെ ബന്ധുക്കൾ ജീവിച്ചിരിക്കുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് മുന്നിലോട്ട് നടക്കുമ്പം എൻ്റെ മനസ്സിൽ ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളായിരുന്നു, ഇനി വേൾഡ് വാർ ഒന്നും ഉണ്ടാവരുതേ, ശാന്തി സമാധാനവുമായിട്ട് ഈ വേൾഡിൽ എല്ലാവരും താമസിക്കട്ടെ. അത്രയൊക്കെ തന്നെ ഗൈസ്. ഇത് കൂടുതൽ എനിക്കിതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ കാര്യങ്ങളും ഓരോ ഫോട്ടോസും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. എന്തായാലും അതെല്ലാം കണ്ട് ഞങ്ങൾ മുന്നിലോട്ട് നടന്നു. അങ്ങനെ മുന്നോട്ട് നടന്നെത്തിയത് ഹംഗേറിയൻ പാർലമെന്റിന് മുന്നിലായിരുന്നു. രാത്രിയിലത്തെ കാഴ്ച ഈ വീഡിയോയിൽ എന്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും പകൽ കാഴ്ച നന്നായിരുന്നു. ഉള്ളിൽ കയറാൻ പറ്റിയില്ല, പബ്ലിക് ഹോളിഡേ അല്ലായിരുന്നോ, അതുകൊണ്ട്. നല്ല തണുപ്പിട്ടോ, തണുത്താലും കുഴപ്പമില്ല. ഫോട്ടോസും വീഡിയോസും നമ്മൾ എടുക്കണ്ടേ. അങ്ങനെ എൻ്റെ മൂഡ് ഇച്ചിരി ചില്ലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നിലോട്ട് നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സും ഒക്കെ കാണാനായിട്ട് ഇവർ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നത് എത്ര ഭംഗിയായിട്ടാണല്ലേ. ഒരു അഴുക്കോ വൃത്തികേടോ ഒന്നും അവിടെ ഇല്ല. നല്ല നീറ്റായിട്ടാണ് അവർ ആ ഗാർഡനും ആ ബിൽഡിങ്ങും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇതാണ് ഡെവലപ്ഡ് കൺട്രീസ്. തണുത്ത് വിറച്ച് ഒരു പരിവായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 2 ദിവസം കൊണ്ട് ഹംഗേറിയൻ ഫുഡൊക്കെ കഴിച്ച് തളർന്നിരിക്കുക. അപ്പോൾ ടേസ്റ്റ് ബഡിന് ഒരു ഉണർച്ച കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പിപ്പോവാണ്. വിരാജ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് പാർലമെൻറ്റ് ഹൗസ് ബുഡാപെസ്റ്റിൻ്റെ അവിടെ നിന്നൊരു 2 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഊബർ എടുക്കാമെന്ന് വിചാരിച്ച ആദ്യമേ, പിന്നെയും സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത് കൊണ്ട് ഞങ്ങൾ നടക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വൈകക്കുട്ടിയും അമ്മയും
അച്ഛയും ഓപ്പയും ഞങ്ങളങ്ങനെ നടക്കുകയാണ് ഗൈസ്. എല്ലാ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടത്തുക. എവിടെയൊക്കെ പോയാലും എന്തൊക്കെ കുടിച്ചാലും കഴിച്ചാലും നമ്മുടെ നാട്ടിലെ ചായയുടെ ടേസ്റ്റ് വേറെ തന്നെ. കേരള അല്ലെങ്കിലും ഇന്ത്യൻ ടീ മസാല ചായ 3 ദിവസം കൊണ്ട് കോഫി കുടിച്ച് തണുത്ത കോഫി ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. ഉപ്പുനും എനിക്കും തൊണ്ടവേനൊക്കെ ഉണ്ട്. മഴ നനഞ്ഞിട്ട് തണുപ്പടിക്കാൻ തോന്നും. ഞങ്ങൾ ചൂടോടെ ചായ കുടിക്കാം. നല്ല ടേസ്റ്റ്. നമ്മൾ എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും എത്രയൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും നമ്മുടെ ഇന്ത്യൻ ഫുഡിൻ്റെ ടേസ്റ്റ് ഇല്ല, അത് വേറെയാണ് ഗൈസ്. 2 ദിവസം കൂടി വന്നാൽ 3 ദിവസം നമുക്ക് ബ്രെഡും നോൺ ഇന്ത്യൻ ഫുഡിൽ സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ പിന്നെ നമ്മുടെ ടേസ്റ്റ് ബഡ് അങ്ങ് മാറും. പിന്നെ നമുക്ക് ഇന്ത്യൻ ഫുഡാണ് കഴിക്കേണ്ടത്. ഡിവൈൻ ഫീലിംഗ്. അങ്ങനെ ഇന്ത്യൻ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. ഈവനിങ് നമുക്ക് ക്രിസ്മസ് ഡിന്നറിന് വേണ്ടിയിട്ട് പോകണമായിരുന്നു. നമ്മുടെ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് വാക്കിൽ നമുക്ക് ഒരു ക്രൂസ് ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ പോയ ഡാൻബ്യൂ റിവറിലെ ഷൂ ഒക്കെ കണ്ടില്ലേ, അവിടെ തന്നെ നമുക്ക് ആ ബാങ്കിൽ ഒരു ക്രൂസ് ബോട്ട് ചെയ്യണമായിരുന്നു കേട്ടോ. ആ ക്രൂസിലായിരുന്നു നമുക്ക് ക്രിസ്മസ് ഡിന്നർ പ്ലാൻ ചെയ്തിരുന്നത്. ഞാനത് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 140 യൂറോസ് ആയിരുന്നു കേട്ടോ ഫാമിലിക്ക്. കുറച്ച് എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ക്രിസ്മസ് ഡിന്നർ അല്ലേ, ഫാമിലിയും ഫ്രണ്ട്സും ഒന്നും അടുത്തില്ലാത്തപ്പം ഇങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആവാമെന്ന് വിചാരിച്ചു. ഹംഗേറിയൻ ഡിന്നറും അതുകൂടാതെ തന്നെ ഹംഗേറിയൻ കൾച്ചർ, അവരുടെ ഡാൻസ്, അവരുടെ കോസ്റ്റ്യൂം, അവരുടെ മ്യൂസിക് ഒക്കെ ആയിരുന്നു ഈ ക്രൂസിൽ മെയിൻ അട്രാക്ഷൻ. ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. അത് കോംപ്ലിമെൻ്ററി അല്ലായിരുന്നു, ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഡ്രിങ്ക്സ് വെർ കോംപ്ലിമെൻ്ററി. നമുക്ക് അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. ഷാംപെയിൻ, വൈൻ, ബിയർ, വാട്ട് എവർ യു വോണ്ട് ടു ഡ്രിങ്ക്. ഈ കാണുന്നതാണ് ബുഡാപെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഹംഗേറിയൻ പാർലമെൻറ്റ് ഹൗസ്. രാത്രിയിലെ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാമോ. നല്ല രസമായിരുന്നു. നമ്മുടെ ക്രൂസ് ഇതിൻ്റെ മുന്നേ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് സ്ലോ ആക്കി. ടൂറിസ്റ്റുകൾക്കും വീഡിയോസൊക്കെ എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും വേണ്ടിയിട്ടായിരുന്നേ. എന്തായാലും നമ്മുടെ ജർമ്മനിയിലെ ഡ്രിൻഡൽ ഡ്രസ് മാതിരി തന്നെ ഉണ്ടായിരുന്നു. ഇവരുടെ വേഷം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആ ഡാൻസും ആ മ്യൂസിക്കും ഒക്കെ കേട്ടിരിക്കാനും അതിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഫാമിലിയായിട്ട് ചിക്ക് ചാറ്റ് ചെയ്യാനും ഞങ്ങളും ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. വൈകക്കുട്ടിയാണെങ്കിൽ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് രാത്രി ഇപ്പോൾ 11:30 ആയിട്ടുണ്ട്. അവൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങി. ലാസ്റ്റ് 1 hour ക്രൂസിൽ അവൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞാനും ശ്രീനിയേട്ടനും കൂടെ കൈയൊക്കെ കൊട്ടി എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ഈവനിങ് ഞങ്ങൾ ക്രൂസിൽ ബുഡാപെസ്റ്റിലാണ് 2024 സ്പെൻഡ് ചെയ്തത്. ഇനിയും ബുഡാപെസ്റ്റിലോട്ട് വരുമോ, കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഡെഫിനറ്റ്ലി വിൽ നോട്ട് ബി ഹംഗറി, ഇറ്റ് വിൽ ബി സംവെയർ എൽസ്. കണ്ടില്ലേ വൈകക്കുട്ടി കിടന്നുറങ്ങണത്. അവളെ പിന്നെ എടുത്തുകൊണ്ട് പോകാൻ പെട്ട പാട്. ഈശ്വര, നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മ്യൂസിക്കൊക്കെ കേട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് എല്ലാവരുടെയും ക്രിസ്മസ് ജിംഗിൾസ് ഒക്കെ പാടി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. ബുഡാപെസ്റ്റ് വിശേഷങ്ങൾ കോൺക്ലൂഡ് ചെയ്യുവാണ് കേട്ടോ. പുതിയ കൺട്രി, പുതിയ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് നിങ്ങളുടെ കൂടെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യുവാണ് ഗൈസ്. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഹാവ് എ ഗുഡ് ന്യൂ ഇയർ. ബൈ.